സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. നീണ്ട 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 കഥ. ദാ പിടിച്ചോ, ദാ പിടിച്ചോ, ദാ പിടിച്ചോ. എന്തോ ഇത്? ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ബൈ OP വളശ വളശ PO. തിരിച്ചിട്ടാൽ മറിച്ചിട്ടാൽ വളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശി തന്ന് വാങ്ങിക്കും. എന്താ ഇതിന്റെ കഥ? ഒരച്ഛൻ, ഒരമ്മ, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു കുടുംബം, സംതൃപ്തമായ കുടുംബം. രാത്രി 12 മണി, നിശ്ചലമായ നിശ, എങ്ങും കനത്ത നിശബ്ദത. അതാ വീട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് ഒരു ബോംബ്, 2 ബോംബ്, 3 ബോംബ്, ചാവുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ ഊട്ടി പട്ടണത്തിൽ കാശി വീശി ലാവിഷായിട്ട് ഞാൻ വലസും. ഈ നിശ്ചൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ. ഒരുമാതിരി കണ്ണി ചോരലത്തെ വർത്താനം പറയടേ. കഷ്ടപ്പാട് എനിക്കുണ്ട്. 40ന്റെ കൂടെ ഒരു 10,000 കൂടി ഇട്ടോ. ഒരു 5,000. ശരി, 500 ഉറപ്പിച്ചോ. ഞാൻ ഉറപ്പിച്ചില്ലെങ്കിലോ? എടാ, ഒരു 10 രൂപയെങ്കിലും താ. മനുഷ്യൻ ഇത്ര ആക്രാന്തം പാടില്ല. ഐ ആം ഓതറൈസ്ഡ്. ഇവനെ പോലെ വ്യാജ ഡ്യൂപ്ലിക്കേറ്റ് ഗൈഡുകൾ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് എന്നെ പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഓതറൈസ്ഡ് ഗൈഡുകൾക്കൊന്നും ജോലിയില്ല സാർ. 2 കൊടുക്കണം സാർ. ആമാ സാർ, ഒന്ന് കിടച്ചാതാ இந்த പയലിക്ക് ബുദ്ധി വരും. താനിപ്പോ ഫുൾ ഫിറ്റിലാണല്ലോ. ലേശം കുറച്ച്. തന്റെ കൂടെ എങ്ങനെയാണോ ആള് വരുന്നത്? ലേക്ക് സൂയിസൈഡ് പോയിന്റ് ആണെന്നും സൂയിസൈഡ് പോയിന്റ് ലേക്കാണെന്നല്ലേ താൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? എന്തിനാണോ ഇങ്ങനെ വെള്ളം അടിക്കുന്നത്? സാർ, പണിയില്ലാത്തത് കൊണ്ടാ. എന്തെങ്കിലും ഒരു പണി വേണമല്ലോ എന്ന് കരുതിയാ ഞാൻ എപ്പോഴും ഫിറ്റ് ആകുന്നത്. സ്വബോധത്തോടെ നടന്നാ എനിക്ക് ഫീലിങ്സ് വരും. താനിങ്ങനെ വെള്ളം അടിച്ച ടൂറിസ്റ്റുകൾക്ക് നോയിസൻസ് ഉണ്ടാക്കിയാണ്ടല്ലോ, ലൈസൻസ് ഞാൻ കട്ട് ചെയ്യും. പറഞ്ഞേക്കാം. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? നാരായണ പൂരായണ. പോയി പെട്ടി പോയി. ഫയൽസും അക്കൗണ്ട്സും ഡെപ്പോസിറ്റേഴ്സ് ലിസ്റ്റ് എല്ലാം കംപ്ലീറ്റ്. സാർ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് തരണം. കഥകൾ, കവിതകൾ, നിരൂപണങ്ങൾ എല്ലാം ഇന്നത്തെ സിനിമയുടെ മുഖച്ഛായ തന്നെ തകർക്കും, തകർത്ത് തരിപ്പണമാക്കും. ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായി. പുളുവൻ കുഞ്ഞിരാമൻ നാട്ടുകാർ വിളിക്കുന്നത് ഇങ്ങനെയല്ലേ? അവൻ തന്നെ ഇവൻ. അതെ, അവനാണ് ഇവൻ. പുളുവൻ എന്ന നാമധേയം എനിക്ക് കിട്ടിയ അംഗീകാരമാണ്. കാരണം നീ നാക്കെടുത്ത ഇതേ പറയൂ. അല്ല അമ്മജി. അയ്യോ, എനിക്ക് സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ പഠിപ്പിച്ചു തരാം. ഡെയിലി 1/2 മണിക്കൂർ ട്യൂഷൻ. പക്ഷെ രാത്രിയിലേ പഠിപ്പിക്കാൻ പറ്റൂ. എന്താ ഫീസ്? ഫീസ് കല്യാണിക്ക് ഫ്രീ. എനിക്ക് ഞാൻ കൊച്ചമ്മയെ പഠിപ്പിക്കണമെങ്കിൽ കൊച്ചമ്മ എനിക്ക് ഇങ്ങോട്ട് കാശ് തരണം. പിന്നൊരു കാര്യം, പഠിക്കുമ്പോ ചിരിക്കരുത്. നല്ല മനക്കെട്ടി വേണം. എന്നാ നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു. 1 മാസം നീ പഠിച്ചു കഴിഞ്ഞാൽ നീ ആളങ്ങ് മാറും. നാട്ടുകാരോട് കളിക്കാൻ ഇങ്ങനെ ഇരിക്കുക, അവരെടുത്തിട്ട് പെരുമാറും. എന്താ നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ. ഇറങ്ങ്.